നമസ്കാരം. ജില്ലാ വാർത്തകൾ. അപകട മരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിനൊരു അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ ട്രാഫിക് പോലീസ് ബോധവൽക്കരണ ലഘുചിത്രം നിർമ്മിക്കുന്നു. കോഴിക്കോട്ടെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് ചിത്രീകരണം. യുവാക്കളെ ബോധവൽക്കരിച്ച് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വാഹന നികുതി കൊള്ളയ്ക്കെതിരെ ജൂലൈ 1-2 തീയതികളിൽ ചക്രസ്തംഭന സമരമെന്ന് സംയുക്ത മോട്ടോർ തൊഴിലാളി കൺവെൻഷൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി റെയിൽവേ മേൽപ്പാലം ഉയർത്തുന്ന പ്രവൃത്തി കോഴിക്കോട്ട് ആരംഭിച്ചു. പരീക്ഷണം വിജയമെന്ന് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം. വടക്കൻ മലബാറിലെ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വെള്ളിയാഴ്ച മുന്നിയൂർ കോഴിക്കളിയാട്ടം നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. വാഹന നികുതി കൊള്ളയ്ക്കെതിരെ മോട്ടോർ തൊഴിലാളികൾ ജൂലൈ 1-2 തീയതികളിൽ ചക്രസ്തംഭന സമരം നടത്തും. ഇതിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി കൺവെൻഷൻ NGO യൂണിയൻ ഹാളിൽ ചേർന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാഹന നികുതി കൊള്ളയ്ക്കെതിരെയും ഇൻഷുറൻസ് പ്രീമിയം വർധനവിനെതിരെയും ജൂലൈ 1-2 തീയതികളിൽ നടക്കുന്ന ചക്രസ്തംഭന സമരപരിപാടി വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ മോട്ടോർ തൊഴിലാളികളുടെ സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ COTU നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹനങ്ങൾക്ക് കേരള സർക്കാർ അധിക നികുതി അടിച്ചേൽപ്പിച്ചതുമൂലം ഇരുചക്ര വാഹനങ്ങൾ മുതൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വരെ ഭീമമായ തുകയാണ് വാഹന നികുതിയായി അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത്. മോട്ടോർ വ്യവസായം വൻ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലാണ് താങ്ങാൻ കഴിയാത്ത ഈ നികുതി വർധനവുണ്ടായിട്ടുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അടിക്കടിയുള്ള വില വർധനവും ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരുത്തിയിട്ടുള്ള കുത്തനെയുള്ള വർധനവും മൂലം വ്യവസായം തകർച്ചയെ നേരിടുന്ന സന്ദർഭമാണ്. നികുതി വർധന ഇരുട്ടടി പോലെയാണ് മോട്ടോർ തൊഴിലാളികൾക്കും കേരള ജനതയ്ക്കാകെയും തന്നെ അനുഭവപ്പെടുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാന കൺവെൻഷനിൽ എടുത്തിട്ടുള്ള തീരുമാനം ഓരോ ജില്ലയിലും വളരെ വിജയപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക. INDC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ, AITC പ്രതിനിധി നാസർ, CUT പ്രതിനിധി T ബാലൻ നായർ, STU പ്രതിനിധി U പോക്കർ, HMS പ്രതിനിധി ബിജു ആന്റണി, PV കുഞ്ഞൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. റെയിൽവേ മേൽപ്പാലം ഉയർത്തുന്ന ട്രയൽ വിജയകരമായി പൂർത്തിയാക്കി. 2 സെന്റിമീറ്റർ ഇലക്ട്രോണിക് ജാക്കി ഉപയോഗിച്ചാണ് ഉയർത്തിയത്. ഇത് 2 ദിവസം കൂടി തുടരും. 8 ദിവസത്തിനകം 78 സെന്റിമീറ്റർ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇലക്ട്രിഫിക്കേഷനു വേണ്ടി റെയിൽവേ മേൽപ്പാലം ഉയർത്തുന്നത്. വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടെ 1ാം മേൽപ്പാലം ഉയർത്തുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. മൊത്തം 78 സെന്റിമീറ്ററാണ് ഉയർത്തുന്നത്. ഇതിൽ 2 സെന്റിമീറ്റർ ഉയർത്തി ട്രയൽ നടത്തി. ഇതിനു മുന്നോടിയായി വിഘ്നേശ്വര പൂജ, ഹനുമാൻ പൂജ എന്നിവയും നടന്നു. വൈരാഗ്യമഠത്തിലെ കൈലാസമിശ്ര മഹാരാജ് പൂജയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ 11:45-നും 12:15-നും ഇടയിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചു. ഇലക്ട്രിക് ജാക്കി ഉപയോഗിച്ചാണ് ഉയർത്തൽ. ചെന്നൈ റെയിൽവേ കരാറുകാരൻ കുമാർ റെഡ്ഡിയാണ് പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇലക്ട്രിഫിക്കേഷന്റെ ഭാഗമായി ഒരു റെയിൽവേ മേൽപ്പാലം ഉയർത്തുന്നത്. ഇലക്ട്രിഫിക്കേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP മണ്ഡൽ, ബ്രിഡ്ജ് സീനിയർ ഡിവിഷൻ എഞ്ചിനീയർ അസീസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരി, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ K രാജ്കുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. 2 ദിവസത്തെ ട്രയലിന് ശേഷം 8 ദിവസം കൊണ്ട് ഉയർത്തൽ പൂർത്തീകരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കിഴക്ക് ഭാഗത്താണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പടിഞ്ഞാറ് ഭാഗത്ത് പാലത്തോട് ചേർന്ന അപ്രോച്ച് റോഡിലെ മണ്ണ് നീക്കൽ കഴിഞ്ഞ ദിവസത്തെ മഴ കാരണം നടന്നില്ല. പാലം ഉയർത്തുന്ന കാലയളവിൽ ട്രെയിനുകൾ 15 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. കേന്ദ്രത്തിൽ അധികാരമേറ്റ പുതിയ സർക്കാരിനെ കേരളത്തിന്റെ വികസനത്തിനായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും പഠിക്കാൻ 4 അംഗ സമിതിയെ ചുമതലപ്പെടുത്തുമെന്ന് BJP സംസ്ഥാന നേതൃത്വം. മാറാട് കൂട്ടക്കൊല, KT ജയകൃഷ്ണൻ വധം, TP വധം എന്നിവ CBIയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായ വികാരം മുതലെടുക്കുന്നതിൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ CPM പരാജയപ്പെട്ടതായി BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. CPMനെ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു രൂപമായാണ് പൊതുജനം കണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കേരളത്തിൽ കാര്യമായ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. ഏറെ പ്രതീക്ഷകൾ നൽകുന്ന സർക്കാരാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. രാജ്യ പുരോഗതിക്കുതകുന്ന നിർണായക തീരുമാനങ്ങളാണ് സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാരിനെ കേരളത്തിന്റെ പുരോഗതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാനും അക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാനും 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ടി പാർട്ടി 4 അംഗങ്ങളുള്ള ഒരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ശ്രീ CK പത്മനാഭൻ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ MT രമേശ്, ശ്രീ ജോർജ് കുര്യൻ. CK പത്മനാഭൻ, PS ശ്രീധരൻപിള്ള, MT രമേശ്, ജോർജ് കുര്യൻ എന്നിവരെയാണ് സംസ്ഥാന നേതൃയോഗം ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മാറോട് കൂട്ടുകൊല സംബന്ധിച്ച തുടരന്വേഷണം ഏറ്റെടുക്കാൻ സംസ്ഥാനം CBIയോട് ആവശ്യപ്പെടണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു. KT ജയകൃഷ്ണൻ, TP ചന്ദ്രശേഖരൻ വധക്കേസുകൾ ഏറ്റെടുക്കാൻ CBIയോട് വീണ്ടും ആവശ്യപ്പെടണം. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി റദ്ദാക്കിയ ഗ്രീൻ ട്രിബ്യൂണൽ വിധി സംസ്ഥാന സർക്കാരിനുള്ള തിരിച്ചടിയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ സംസ്ഥാനത്തെ 20 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്, O രാജഗോപാൽ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, K സുരേന്ദ്രൻ, KP ശ്രീശൻ എന്നിവരും പങ്കെടുത്തു. വടക്കൻ മലബാറിലെ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് പ്രസിദ്ധമായ കോഴിക്കളിയാട്ടം ഈ മാസം 30-ന് നടക്കും. ചേളാരി മുന്നിയൂർ പ്രദേശം കളിയാട്ടത്തിന്റെ ഒരുക്കത്തിലാണ്. വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാർ ആഴ്ചകൾക്ക് മുൻപേ ഇവിടെ എത്തിയിരുന്നു. നിഖിലീശ്വറിന്റെ റിപ്പോർട്ടിലേക്ക്. ഉത്സവാഘോഷത്തിന്റെ ആദ്യ ചടങ്ങായ കാപ്പൊലിക്കൽ കഴിഞ്ഞതോടെ ഇനി ഉത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൊയ്ക്കുതിര സംഘങ്ങൾ ദേശം ചുറ്റാനിറങ്ങും. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കടലുണ്ടി വാവുത്സവത്തിലൂടെയും ഒടുക്കം മുന്നിയൂർ കോഴിക്കളിയാട്ടത്തിലൂടെയുമാണ്. ഉത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഊരു ചുറ്റാനിറങ്ങുന്ന സംഘങ്ങൾ ഉത്സവ ദിവസം ആഘോഷമായി കളിയാട്ടവേദിയിൽ ഒത്തുചേരും. കോഴികളെ ബലിയർപ്പിക്കലാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങ്. മലബാറിന്റെ വിവിധ മേഖലകളിൽ നിന്നായി ഉത്സവത്തിന് മുൻപേ തന്നെ പലവിധ കച്ചവടക്കാരും ഉത്സവത്തിനായി എത്തും. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തവണ കളിയാട്ട നടത്തിപ്പിന് വിളിവിണ്ണി രാവുണ്ണിക്കുട്ടി നായർ, രാമചന്ദ്രൻ നായർ, പുതിയ വീട്ടിൽ ബാലകൃഷ്ണൻ നായർ, അത്തേക്കാട്ടിൽ നാരായണൻ നായർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഈ മാസം 30-നാണ് പ്രസിദ്ധമായ കോഴിക്കളിയാട്ടം നടക്കുക. നിഖിലീശ്വർ, മലപ്പുറം. അപകട മരണങ്ങളുടെ ഇരകൾ യുവത്വങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് അധികൃതർ ആണയിട്ട് പറയുന്നു. ബോധവൽക്കരണം ഇവരെ കേന്ദ്രീകരിച്ചാവണമെന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ ട്രാഫിക് പോലീസ് പ്രിയ സഹയാത്രികനെ എന്ന ഷോർട്ട് ഫിലിം ഒരുക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സമ്പത്താണ് ലഘുചിത്രം സംവിധാനം ചെയ്യുന്നത്. കോഴിക്കോട് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ AP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലാണ് പ്രിയ സഹയാത്രികനെ എന്ന തലക്കെട്ടോടെ ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നത്. സമ്പത്ത് സംവിധാനവും ജഗൻവി റാം ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ യുവതലമുറയിലെ യുവാവിന്റെ ഒരു ദിവസമാണ് പ്രതിപാദ്യ വിഷയം. സ്വിച്ച് ഓൺ കർമ്മം ട്രാഫിക് സ്റ്റേഷൻ പരിസരത്ത് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് നിർവഹിച്ചു. മാസാന്ത്യങ്ങളിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നത് സർക്കാരിന് പണമുണ്ടാക്കാനാണെന്ന് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ട്. അത് അങ്ങനെയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് ചെയ്യുന്ന പലർക്കും പല ഒരു ചിന്തയുണ്ട്. അതിൽ മാർച്ച് 28 അല്ലെങ്കിൽ മാസാവസാനം നമ്മളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് ഈ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ യാതൊരു ഒരു ഡയറക്ഷനും ഇല്ല, അങ്ങനെ ഗവൺമെന്റിന് നിർദ്ദേശമില്ല, ഒരു നിർദ്ദേശമില്ല. പലരും ചോദിക്കുന്നതാണ് അത് മാസാവസാനം അല്ലെ പോലീസ് ഗവൺമെന്റിലേക്ക് ഫൈൻ ഈടാക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു നിർദ്ദേശം ഒരിടത്തും പോയിട്ടുമില്ല, അതങ്ങനെ കൊടുക്കാറുമില്ലെന്നുള്ളതാണ്. പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണത്. DCP KB വേണുഗോപാൽ, ട്രാഫിക് നോർത്ത് സോൺ SP VK അഷ്റഫ്, RTO രാജീവ് പുത്തലത്ത്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ MP ശ്രീജയൻ, ട്രാഫിക് ACP PK രാജു, ശ്രീകുമാർ M, അഡ്വക്കേറ്റ് PP താഹിർ, ട്രാഫിക് SI ശിവപ്രസാദ്, അരുൺ ഭാസ്കർ, AP അബ്ദുൾ റസാഖ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുരളി ബേപ്പൂർ, കമലേഷ് കടലുണ്ടി, റഷീദ് അഹമ്മദ്, അനിൽ കോട്ടൂളി തുടങ്ങിയ സിനിമാ രംഗത്തെ പ്രഗത്ഭരും ഈ ഹ്രസ്വ സിനിമയുമായി സഹകരിക്കുന്നുണ്ട്. വാർത്തകളിൽ ഇടവേള.
നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള ആരോഗ്യ സർവകലാശാല അന്തർമേഖലാ ചെസ് ടീം ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 31 വരെ നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ 6 സോണുകളിൽ നിന്നും 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ച ടീമുകളാണ് പങ്കെടുക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രവീന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല അന്തർമേഖലാ ചെസ് ടീം ചാമ്പ്യൻഷിപ്പിനും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്കും തുടക്കമായി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കായിക വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ PTI സെമിനാർ ഹാളിൽ വ്യാഴാഴ്ച മുതൽ 31 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അന്തർമേഖല 2013-14 വർഷത്തെ അവസാനത്തെ മത്സരമാണ് ആരോഗ്യ സർവകലാശാല അന്തർമേഖലാ ചാമ്പ്യൻഷിപ്പ്. ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രവീന്ദ്രൻ നിർവഹിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സാബു സാമുവൽ, ചെസ് കോർഡിനേറ്റർ ബിനീഷ്, കെ രാജീവ്, ജയപ്രസാദ്, സി രാജീവൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 6 സോണുകളിൽ നിന്നും 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ച ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കാലിക്കറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും 2ാം സ്ഥാനം നേടിയ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും 3ാം സ്ഥാനക്കാരായ തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജുമെല്ലാം ചാമ്പ്യൻഷിപ്പിൽ മാറ്റൊരുക്കുന്നുണ്ട്. അവസാന ഇനമായ ചെസ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ സർവകലാശാല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിർണ്ണയിക്കുന്നത്. ഡ്രഗ് വെയർഹൌസിൽ നിന്ന് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിലുള്ള പാളിച്ചകൾക്ക് പരിഹാരം കാണണമെന്ന് കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നളന്തയിൽ നടന്ന യോഗത്തോടനുബന്ധിച്ച് യാത്രയയപ്പും തുടർ വിദ്യാഭ്യാസ പരിപാടിയും സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് യോഗവും തുടർ വിദ്യാഭ്യാസ പരിപാടി സംഘടനാ യോഗം എന്നിവ സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം HOD ഡോക്ടർ KJ നെൽസൺ വിഷയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി AJ ബേബി, ജില്ലാ സെക്രട്ടറി MK പ്രേമാനന്ദൻ, ജില്ലാ പ്രസിഡന്റ് C രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി EV രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. PJ ആന്റണി സ്മാരക ദേശീയ നാടകരചന അവാർഡ് നേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫാർമസിസ്റ്റ് രാധാകൃഷ്ണൻ പേരാമ്പ്രയെ ചടങ്ങിൽ അനുമോദിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ അഹമ്മദ് കുട്ടി കുന്നത്തെ, PSK, MK കൃഷ്ണകുമാർ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. P മോഹൻകുമാർ, PM മുഹമ്മദ് അഷ്റഫ്, ഡോക്ടർ A സാബു, C ജഗദീശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡ്രഗ് വെയർഹൌസിൽ നിന്ന് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ ഗുരുതരമായ പാളിച്ചകളാണ് സംഭവിക്കുന്നത്. ഇഷ്യൂ നോട്ടിൽ പറയുന്ന പല മരുന്നുകളും നൽകാതിരിക്കുകയോ എണ്ണത്തിൽ കുറച്ച് നൽകുകയോ ചെയ്യുക, ബാച്ച് നമ്പറും കാലാവധിയും വ്യത്യസ്തമായ മരുന്നുകൾ നൽകുക തുടങ്ങിയ ഗുരുതരമായ പാളിച്ചകളുടെ ഉത്തരവാദിത്തം നിരപരാധികളായ ഫാർമസിസ്റ്റുകളാണ് സഹിക്കേണ്ടി വരുന്നത്. ജില്ലയിലെ നിരവധി സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് ലഭിക്കാതെ ഓഡിറ്റ് തടസ്സം നേരിടുന്നത്. വെയർഹൌസ് ജീവനക്കാരുടെ കെടുകാര്യസ്ഥതയ്ക്ക് പാവപ്പെട്ട ഫാർമസിസ്റ്റുകളെ ബലിയാടാക്കാൻ അനുവദിക്കില്ലെന്ന് സംഘടനാ നേതൃത്വം പറഞ്ഞു. മദ്യപാന വിപത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ശക്തമായ കഥയുമായി ഹലോ ഇന്ന് 1-ാം തീയതി സിനിമയുടെ പ്രചരണാർത്ഥം തെരുവ് നാടകം അരങ്ങേറി. നിർമ്മാണ തൊഴിലാളിയായ സഹദേവൻ ഈയക്കാട് സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുന്ന കടമ്പകൾക്കുള്ള സഹായവുമായാണ് ഈ പ്രചരണം. നിർമ്മാണം പൂർത്തിയായ ഹലോ ഇന്ന് 1-ാം തീയതി എന്ന സിനിമയുടെ പ്രചരണാർത്ഥമുള്ള പരിപാടികൾ മൊഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. ദേവദാസ് ഗാന്ധിഗ്രാമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രചരണ തെരുവ് നാടകവും അരങ്ങേറി. കേരളത്തിലെ ഗ്രാമനഗര പ്രദേശങ്ങളിൽ വാഹന പ്രചരണവും തെരുവ് നാടകവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. മദ്യപാന വിപത്തിലേക്ക് വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ഇരട്ട ക്ലൈമാക്സ് ഉള്ള ആദ്യ ജനകീയ സിനിമയാണ് ഹലോ ഇന്ന് 1-ാം തീയതി. നിർമ്മാണ തൊഴിലാളിയായ സഹദേവൻ ഈയക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലെത്താൻ നിരവധി കടമ്പകളുണ്ട്. പോസ്റ്ററുകൾ, മറ്റു പരസ്യങ്ങൾ, സാറ്റലൈറ്റ് സംവിധാനത്തിനുള്ള ഒരുക്കങ്ങളുമാണ് തനിക്ക് മുൻപിലുള്ള കടമ്പകളെന്ന് സംവിധായകൻ പറഞ്ഞു. പ്രചരണ പരിപാടിയിൽ
PN സുകുമാരൻ, അരവിന്ദൻ നായർ, ഡോക്ടർ ദേവദാസ് എന്നിവരും പങ്കെടുത്തു. ഒരു സിനിമ ചെയ്യും, അതാണ് എന്റെ അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു കഥ ഞാൻ പറഞ്ഞു തരാം. റൂപേ കാർഡ് മുഖേനയുള്ള ATM സംവിധാനം ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക സൌകര്യങ്ങൾ വിപുലമാക്കുമെന്ന് ഫെഡറൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്യാം ശ്രീനിവാസൻ. ഫെഡറൽ ബാങ്കും മലബാറിലെ ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്ന് നടപ്പാക്കുന്ന ATMന്റെ നെറ്റ്വർക്ക് സംവിധാനത്തിന്റെ ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിലെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ഇനി ATM സംവിധാനം. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ സഹകരണ ബാങ്കുകളാണ് ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ ATM സംവിധാനം നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെവിടെയുമുള്ള ബാങ്കുകളുടെയും ബാങ്കിതര സ്ഥാപനങ്ങളുടെയും നെറ്റ്വർക്കിൽ പണമിടപാട് നടത്താൻ സാധിക്കും. ഫെഡറൽ ബാങ്കും മലബാറിലെ ജില്ലാ സഹകരണ ബാങ്കുകളും സംയുക്തമായാണ് ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മലബാർ പാലസിലായിരുന്നു ചടങ്ങ്. റൂപേ കാർഡ് മുഖേനയാണ് പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ രാജ്യാന്തര കമ്പനികൾക്ക് സമാനമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് റൂപേ. നിലവിൽ രാജ്യത്തെ 250-ലേറെ ബാങ്കുകൾ റൂപേ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മെയ് 8-ന് ദേശീയ തലത്തിൽ അവതരിപ്പിച്ച റൂപേ കാർഡ് കേരളത്തിൽ ആദ്യമായാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഫെഡറൽ ബാങ്ക് CEO ശ്യാം ശ്രീനിവാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. 5 ജില്ലകളിലെ സഹകരണ ബാങ്കുകളുടെ ജനറൽ മാനേജർമാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജർ KI വർഗീസ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK ബാലകൃഷ്ണൻ, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് A അഹമ്മദ് കുട്ടി, നബാർഡ് DDM KP പത്മകുമാർ, P ഗോപകുമാർ, A അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജർ C അബ്ദുൾ മുജീബ് സ്വാഗതവും മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജർ PM ഫിറോസ് ഖാൻ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ലക്ഷങ്ങളുടെ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ നേതാക്കന്മാരും സന്യാസിമാരും പങ്കെടുത്ത ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ക്ഷേമ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിലാണ് കൂട്ടായ്മ നടന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നും അഴിമതിക്കാരായ ഭാരവാഹികളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കിഡ്സൺ കോർണറിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗോപുര നിർമ്മാണത്തിലും ക്ഷേത്രത്തിൽ ചെമ്പോല പതിച്ചതിലും വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും ടെൻഡർ ക്ഷണിക്കാതെയാണ് ഗോപുര നിർമ്മാണം നടത്തിയതെന്നും കൂട്ടായ്മ ആരോപിച്ചു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രത്തിന് വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ എല്ലാ ഭക്തജനങ്ങളും ഒരുമിച്ച് നേരിടണമെന്ന് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത മുൻ മേൽശാന്തി PP പീതാംബരൻ ശാന്തി പറഞ്ഞു. ശ്രീകണ്ഠേശ്വരനെയും ഉപദേവൻ നായരെയും 57 വർഷത്തെ സേവനവും കൂലിയും കർമ്മവും ചെയ്ത് ഇത്ര വലിയൊരു ക്ഷേത്രമാക്കി തീർത്തത് എന്റെ കൈവെന്ന് ഞാൻ പറയുന്നില്ല, എന്റെ ഗുരുക്കന്മാരുടെയും ഗുരുദേവന്റെയും ശ്രീകണ്ഠേശ്വരന്റെയും അനുഗ്രഹം കൊണ്ടുമാണ്. എന്നെ ഇത്രയും പ്രയാസപ്പെടുത്തി എന്നെ വഴി ഇറക്കി വിട്ടതിൽ എനിക്ക് വളരെ മനസ്താപമുണ്ട്. ഞാൻ എന്റെ കഴിവുകൾ വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ 1/3 ക്ഷേത്രത്തിലേക്ക് കർമ്മം കൊടുത്താണ് ഞാൻ ഇതുവരിക്കുന്നത്. ക്ഷേത്രക്ഷേമ ട്രസ്റ്റ് പ്രസിഡന്റ് M ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. CM സന്തോഷ് കുമാർ, തന്ത്രി സമാജം പ്രമുഖ് ചൈതന്യ ചക്രവർത്തി, PM മാധവൻ, M സജീവൻ, KP മോഹനൻ എന്നിവർ സംസാരിച്ചു. KG ശിഖൻ, ദേവദാസ്, രവി പേരാമ്പ്ര, ജൂബി മായനാട്, പ്രദീപൻ, പ്രവീൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരിടവേള. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. മലയാളത്തിൽ നിന്ന് ഒരു നായിക കൂടി തമിഴിൽ പ്രശസ്തയാകുന്നു. കാസർഗോഡുകാരിയായ മഹിമ നമ്പ്യാരാണ് ഈ മലയാളി താരം. മഹിമ അഭിനയിച്ച രണ്ടാമത്തെ തമിഴ് ചിത്രമായ എന്നമോ നടക്കത് തമിഴ്നാട്ടിൽ 3 ആഴ്ച പിന്നിട്ടു. കേരളത്തിൽ ഈ ചിത്രം ജൂൺ 6-ന് റിലീസ് ചെയ്യും.
മഹിമ നമ്പ്യാർ തമിഴിലെത്തുന്നത് സമുദ്രക്കനി നായകനായി അഭിനയിച്ച സാട്ടെ എന്ന ചിത്രത്തിലൂടെയാണ്. അതിൽ ഒരു +2 വിദ്യാർത്ഥിനിയായിട്ടായിരുന്നു വേഷം. യുവൻ എന്ന നടനായിരുന്നു മഹിമയുടെ ജോഡിയായത്. സാട്ടെ ഹിറ്റായതിനാൽ തമിഴ് പ്രേക്ഷകർക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗമായി. എന്നമോ നടക്കുന്നതിനു ശേഷം മഹിമ 3 ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു. മൊസക്കുട്ടി അഹത്തിനെ, പുറവി 150cc എന്നിവയാണവ. മലയാളത്തിൽ കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ സഹോദരിയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു മഹിമയുടെ തുടക്കം. കാസർഗോഡ് വിദ്യാനഗറിലാണ് മഹിമയുടെ കുടുംബം താമസിക്കുന്നത്. അച്ഛൻ സുധാകരൻ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. +2 പഠിക്കുമ്പോഴാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. ഇതുവരെ അഭിനയിച്ച എല്ലാ പടത്തിലും മികച്ച ടെക്നീഷ്യന്മാരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നതായി മഹിമ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മലയാളത്തിൽ നിന്ന് ഓഫറുണ്ടായാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും. തമിഴിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ഓഫറുകൾ വരുന്നത്. തന്റെ രണ്ടാമത്തെ ചിത്രമായ എന്നമോ നടക്കത് കേരളത്തിൽ ജൂൺ 6 റിലീസ് ചെയ്യുമെന്നും മഹിമ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ ദമ്പതികൾ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ട് വരെ നടത്തിയ ഡ്രൈവ് അഗൈൻസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ യാത്രയ്ക്ക് സമാപനം. ക്യാൻസർ കെയർ ഫൌണ്ടേഷൻ സെക്രട്ടറി PJ ജോസഫ്, ഭാര്യ ജിജി ജോസഫ് എന്നിവരാണ് സമൂഹത്തിന് സന്ദേശവുമായി യാത്ര നടത്തിയത്. അർബുദം, പുകയില ഉപയോഗം എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മലബാർ ക്യാൻസർ കെയർ ഫൌണ്ടേഷൻ സെക്രട്ടറി PJ ജോസഫും ഭാര്യ ജിജിയും നടത്തിയ കാർ യാത്രയ്ക്ക് സമാപനമായി. ഡൽഹി കേരള ഹൌസിൽ നിന്നും ആരംഭിച്ച യാത്ര കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഡൽഹി, ആന്ധ്ര, ഗോളിയോർ, ഝാൻസി, സാഗർ, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, മൈസൂർ വഴിയാണ് ഈ യാത്ര കോഴിക്കോട്ടെത്തിയത്. ക്യാൻസർ പ്രതിരോധം, ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കൽ, പുകയിലയുടെ ദൂഷ്യവശങ്ങൾ എന്നിവയെപ്പറ്റി പൊതുജനങ്ങളുമായി സംവദിക്കാനും യാത്രാമാർഗത്തിലുള്ള ക്യാൻസർ ആശുപത്രികളിൽ നിലവിലുള്ള ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അതുവഴി മലബാർ ക്യാൻസർ കെയർ ഫൌണ്ടേഷൻ നടത്തുന്ന ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ യാത്ര സംഘടിപ്പിച്ചത്. മിഠായിത്തെരുവ് SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം ഡ്രൈവ് അഗൈൻസ്റ്റ് ക്യാൻസർ യാത്രയ്ക്ക് സ്വീകരണം നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് സമാപന സന്ദേശം നൽകി. ക്യാൻസറിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയതലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുമനസ്സുകളുടെ സാന്നിധ്യ സഹകരണങ്ങൾ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മലബാർ ക്യാൻസർ കെയർ ഫൌണ്ടേഷൻ സെക്രട്ടറി PJ ജോസഫ്, ഭാര്യ ജിജി ജോസഫ്, ഡോക്ടർ Z ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സർക്കാർ സ്ഥാപനമായ ജെൻഡർ പാർക്കുമായി ചേർന്ന് ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽസ്. ഭക്ഷണം വാഹനത്തിൽ പൊതുജനങ്ങൾക്ക് സൌകര്യപ്രദമായ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന സംവിധാനമാണ് ഫുഡ് ഓൺ വീൽസ്. ജൂൺ അവസാന വാരം ആരംഭിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ 10 വാഹനങ്ങൾ നിരത്തിലിറക്കും. ലിറ്ററിന് 10 രൂപയ്ക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം, വിവിധ പലഹാരങ്ങൾ, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവയൊക്കെ മിതമായ വിലയിൽ ലഭ്യമായിരിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം 3-ാം തീയതി വെള്ളിയാഴ്ച 1:30 ബീച്ചിലെ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് മേയർ AK പ്രേമജം നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര പരിഗണനയും ഇടപെടലും ഉണ്ടായാൽ മാത്രമേ കോരപ്പുഴയെ സംരക്ഷിക്കാനാവുകയുള്ളൂവെന്ന് കോരപ്പുഴ സംരക്ഷണ സംയുക്ത സമരസമിതി. കോരപ്പുഴ ആഴം വർദ്ധിപ്പിക്കുക, 2 കാലോടുകൂടിയ പുലിമുട്ട് സ്ഥാപിക്കുക, ഫിഷിംഗ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ കോരപ്പുഴ അഴിമുഖത്തെ ചെളിയും മണലും നീക്കം ചെയ്യൽ പ്രക്ഷോഭം മെയ് 31 നടക്കും. പരിപാടിയിൽ MLA മാർ, പരിസ്ഥിതി പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവരും അണിചേരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹന നികുതി കൊള്ളയ്ക്കെതിരെ ജൂലൈ 1-2 തീയതികളിൽ ചക്രസ്തംഭന സമരമെന്ന് സംയുക്ത മോട്ടോർ തൊഴിലാളി കൺവെൻഷൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി റെയിൽവേ മേൽപ്പാലം ഉയർത്തുന്ന പ്രവൃത്തി കോഴിക്കോട്ട് ആരംഭിച്ചു. പരീക്ഷണം വിജയമെന്ന് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം. വടക്കൻ മലബാറിലെ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വെള്ളിയാഴ്ച മുന്നിയൂർ കോഴിക്കളിയാട്ടം നടക്കും.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.